പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ അക്രമികളെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. 3 ഇരുചക്ര വാഹനങ്ങളിലായി 6 പേരാണ് മേലെമുറിയിലെ ശ്രീനിവാസന്റെ കടമുറിക്ക് മുന്നിലെത്തിയത്. വാഹനങ്ങൾ കടമുറിക്ക് മുന്നിൽ നിർത്തുകയും പിന്നിലിരുന്ന 3 പേരും കടയ്ക്കുള്ളിലേക്ക് കയറുകയുമായിരുന്നു. ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കാണാം. 3 സ്കൂട്ടറുകളിലായാണ് ഇവർ എത്തുന്നത്. ആ 3 വണ്ടിയുടെയും പുറകിലിരിക്കുന്ന ഓരോരുത്തരാണ് ഇറങ്ങി കടയ്ക്കുള്ളിലേക്ക് കയറി പോകുന്നത്. കടയിൽ നിന്ന് മറ്റാരോ ഇറങ്ങി ഓടുന്നതും വശത്തു നിന്ന് ഇറങ്ങി ഓടുന്നതും കാണാം. അതിനുശേഷം ഈ 3 പേരും ഇതേ വാഹനങ്ങളിൽ തന്നെ പിന്നിൽ കൃത്യത്തിന് ശേഷം ഓടി വന്ന് കയറി തിരികെ പോകുന്ന ദൃശ്യങ്ങളും വളരെ വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ പ്രതികളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും സൂചനകൾ, ആരാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? കിരൺ, ആരാണ് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വാഹനം പോലീസ് തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതാണ് സൗത്ത് CI ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഒരു നിഗമനത്തിലേക്ക് ആരാണ് കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികളെ കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കൂടുതൽ ആ സമീപത്തെ കടകളിലും അതോടൊപ്പം തന്നെ ആ റോഡിലും മേരാമുറി ഭാഗത്തുള്ള ആ റോഡിലും എല്ലാം തന്നെയുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ കേസിലേക്ക് പ്രതികളിലേക്ക് എത്താൻ വളരെ വേഗത്തിൽ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. പ്രസാദ്, ഇപ്പോൾ ചെയ്ത കൃത്യം നടന്ന സമയത്ത് ദൃശ്യങ്ങൾ ലഭ്യമായി. സ്വാഭാവികമായും നഗരപ്രദേശമാണ്. നഗരത്തിലെ മറ്റു പല കടകളിലും മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം ഈ CCTV എല്ലാം കാണാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നെല്ലാം ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണോ? കിരൺ, അവിടങ്ങളിലുള്ള എല്ലാ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. സമീപത്തൊരു ബാങ്ക്, അതോടൊപ്പം തന്നെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ, ഇവയെല്ലാം തന്നെയുണ്ട്. ആ കടകളിൽ നിന്ന് എല്ലാം കിട്ടിയ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളിൽ വന്ന പ്രതികളുടെ കുറിച്ചുമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നത്. ഇനി ഇവരെ കൂടുതൽ വ്യക്തത വരുന്ന ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. സമീപത്തെ എല്ലാ മേഖലകളിലും, അതായത് മേലാമുറിയും പരിസരങ്ങളിലുള്ള കടകളുടെയും ആ റോഡരികളിൽ സ്ഥാപിച്ചിട്ടുള്ളയും CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചു വരുന്നത്. അതിന്റെ അന്വേഷണം എന്തായാലും ഈ നിർണായകമായ ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തെ വളരെയധികം സഹായിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ കിട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതുപോലൊപ്പം തന്നെ ഇവർ ഉപയോഗിച്ച ആയുധം സ്വാഭാവികമായും ഇത്രയേറെ വെട്ട് ഒരാളുടെ ശരീരത്തേക്ക് വെക്കുമ്പോൾ അതിൽ രക്തമെല്ലാം പുരണ്ട ആയുധങ്ങളാവും. അത് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ പോയത്, അതോ പോയ വഴിക്ക് മറ്റേതെങ്കിലും ഈ ആയുധം കണ്ടെത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടോ? കിരൺ, ആയുധം ഉൾപ്പെടെ പ്രതികളെ ഉൾപ്പെടെ പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇവർ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ വന്നാണ് ഈ കൊലപാതകം നടത്തി അവർ മടങ്ങുന്നത്. പിന്നീട് ഈ വാഹനം എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വാഹനം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും, പാലക്കാട് അതിർത്തിയിലെ മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും അതോടൊപ്പം തന്നെ ടോൾ പ്ലാസകളിലും, വാളയാർ, പന്നിയങ്കര ഉൾപ്പെടെയുള്ള ടോൾ പ്ലാസകളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പോലീസ് വാഹന പരിശോധനയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ വാഹനങ്ങളിലും പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുള്ള അവർക്ക് പോലീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഇവർ ഇങ്ങനെ കൊലപാതകം നടത്തിയ ശേഷം ആ കൊലപാതകം നടത്തിയ സ്ഥലത്ത് തന്നെ ഇവർ തങ്ങുകയും പിന്നീട് രക്ഷപ്പെടുകയൊക്കെ ആയിരുന്നല്ലോ. അന്നേരം തന്നെ രക്ഷപ്പെട്ടു പോകാതെ അത്തരം ഒരു തന്ത്രമാണല്ലോ ഉപയോഗിച്ചത്. ഇത്തവണയും ആ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടാവുമല്ലോ. കിരൺ, നേരത്തെ അതായത് സഞ്ജിത്ത് കൊലക്കേസിൽ സംഭവത്തിൽ അന്നത്തെ പ്രതികൾ ഈ കൊല നടന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് അവർ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് കൊലപാതകം നടത്തിയ അന്ന് തന്നെ അതിർത്തി കടക്കണമെന്ന് അങ്ങനെയായിരുന്നു പോലീസ് അന്ന് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് പ്രതികളെ പിടികൂടിയ സമയത്താണ് വ്യക്തമാവുന്നത് അതിൽ 2 ദിവസത്തോളം അവർ പ്രതികൾ ജില്ലയ്ക്കകത്ത് തന്നെ തങ്ങിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ തങ്ങാൻ സാധ്യതയുള്ള SDPI അതുപോലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അത്തരം ആളുകളുടെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അവരുടെ കേന്ദ്രങ്ങളിലുമെല്ലാം പരിശോധന പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത്.
അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ മറ്റേതെങ്കിലും CCTV ദൃശ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിന് ലഭിക്കുന്ന മറ്റ് സൂചനകളിൽ നിന്നോ എന്തായാലും ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കഴിയുന്ന പ്രത്യേക സ്ക്വാഡോ അല്ലെങ്കിൽ പ്രത്യേക സംഘമോ ഒക്കെ സ്വാഭാവികമായും ഇത്തരം പാർട്ടികൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇവർ ഈ സ്ഥലത്ത് തന്നെ ഉള്ളവരാണോ അതോ പുറത്തുനിന്ന് വന്നവരാണോ അത്തരത്തിലുള്ള ഏതെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? കിരൺ, അങ്ങനെയുള്ള സൂചനകൾ ആരാണ് പ്രതി എന്നൊരു പേരിലേക്ക് പറയാവുന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പോലീസ് ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞതും അതിലേക്കുള്ള വ്യക്തത വന്നതുമെല്ലാം തന്നെ അന്വേഷണത്തെ സഹായിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കും മറ്റും കടക്കാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുമ്പ് സംയുക്ത കൊലക്കേസ് നടന്ന സമയത്ത് അന്ന് വാഹനം കുഴൽമന്ദത്തായിരുന്നു ഉപേക്ഷിച്ച് അവർ രണ്ടു ദിവസത്തോളം ജില്ലയിൽ തങ്ങി പിന്നീടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൊല നടത്തിയവർക്ക് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ടോൾ പ്ലാസകളിലും എല്ലാം തന്നെ കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജില്ലയ്ക്കകത്തുള്ള ഒളിത്താവളങ്ങളിലേക്ക് പ്രതികൾ മാറാനുള്ള സാധ്യത അതെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എന്തായാലും ഈ വാഹനമെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അന്വേഷണത്തിന് വളരെയധികം സഹായകമായിട്ടുണ്ട്. അതുപോലെ പ്രസാദ്, ഈ ചെക്ക് പോസ്റ്റിലൂടെ അല്ലാതെ മറ്റ് ഈ സാധാരണ അല്ലാത്ത ചില വഴികളൊക്കെ കാണില്ലേ ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ? കിരൺ, തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ചെക്ക് പോസ്റ്റുകളിലല്ലാതെ തന്നെ നിരവധി വഴികൾ, പോക്കറ്റ് റോഡുകൾ, നിരവധി വഴികളുണ്ട്. അതിലൂടെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെയെല്ലാം പോലീസിന്റെ പരിശോധനകൾ നടത്താനുള്ള നിർദ്ദേശമാണ് നേരത്തെ ഈ സംഭവത്തിന് ശേഷം കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്നലെ കൊലപാതകം നടന്നതിന് ശേഷം ജില്ലയിൽ ഒട്ടാകെ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായതോടുകൂടി തന്നെ കൂടുതൽ ആളുകളെ വിന്യസിച്ചുകൊണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ ആളുകളെ വിന്യസിച്ചുകൊണ്ട് ഈ പോക്കറ്റ് റോഡുകൾ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ മറ്റേ നേരത്തെ മരിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബേറിന്റെ വിലാപ യാത്ര നടക്കുകയാണ്. അത് സംബന്ധിച്ച് അവിടെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിഷയം, ക്രമസമാധാന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിരൺ, ഇപ്പോൾ സുബൈറിന്റെ മൃതദേഹം ഇവിടെ എലപ്പുള്ളിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. എന്തായാലും വിലാപയാത്രയിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. കാരണം പോലീസ് ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ വേഗത്തിൽ തടയാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായ മുൻകരുതലുകളാണ് സ്വീകരിച്ചിരുന്നത്. നേരത്തെയും ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നലത്തെ കൊലപാതകം ഉണ്ടായതിനു ശേഷം എലപ്പുള്ളി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ ഇത്തരത്തിൽ നിരീക്ഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നു. കൂടുതൽ ആ മേഖല കേന്ദ്രീകരിച്ചാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ അത്തരം നിരീക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് BJPക്കും RSSനും എല്ലാം തന്നെ വലിയ സ്വാധീനമുള്ള മേലാമുറിയിൽ തന്നെ അവിടെ ഒരു കടയിൽ കയറി ഇത്തരം ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ മേലാമുറ എന്ന് പറയുന്ന കൊലപാതകം നടന്ന ഈ സ്ഥലം BJPക്കും RSSനും വലിയ സ്വാധീനമുള്ള മേഖലയാണല്ലേ? മേലാമുറി എന്ന് പറയുന്നത് BJPക്കും RSSനും വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് RSS നേതൃത്വം വലിയ ഞെട്ടലിലാണ്. കാരണം അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള പാലക്കാട് നഗരത്തിലെ ഒരു സ്ഥലത്താണ് ഇത്തരം ഒരു കൊലപാതകം അവരുടെ തന്നെ മുൻ ജില്ലാ ഭാരവാഹിയെ ഇത്തരത്തിൽ കടയിൽ കയറി പട്ടാപ്പകൽ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ADGP വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ തന്നെ വൈകിട്ടോടുകൂടി അദ്ദേഹം പാലക്കാടെത്തും. കൂടുതൽ നടപടികളും കൂടിയാലോചനകളും എല്ലാം തന്നെ ഉണ്ടാകും. ശരി പ്രസാദ്, പോലീസുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വഴികളിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെങ്കിൽ ശേഖരിക്കാം. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം. പോപ്പുലർ ഫ്രണ്ട് നേതാവ് കൊല്ലപ്പെട്ട 24 മണിക്കൂർ തികയുന്നതിനിടെയാണ് RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകം. RSS മുൻ ശാരീരിക ശിക്ഷൺ പ്രമുഖാണ് ശ്രീനിവാസൻ. അതിൽ വന്നിട്ട് ഇവർ ഉള്ളിൽ കയറിയിട്ടാണ് വെട്ടിയത്. വാളുണ്ടായിരുന്നു. അവർ 5 ആളുണ്ടായിരുന്നു വണ്ടിയിൽ. 3 വണ്ടിയായിട്ട് വന്ന് 5 ആളുണ്ടായിരുന്നു വണ്ടിയിൽ. ഒന്നും പറഞ്ഞൊന്നുമില്ല. ചറ പുറ വെട്ടണമുണ്ടോ മൂപ്പന്നെ.
എനിക്ക് സുമാറേ അറിയുള്ളൂ, ആളെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇത് 1 മണി വന്നു. അവർ ആക്റ്റീവും ആക്സസും അല്ലേ വന്നത്. വിട്ടുവരുന്നു പടപട നല്ല പേർക്കുണ്ട്. വടയിൽ ഒരാൾ ഉണ്ടായിരുന്നു. ഈ പ്രതികളെ കുറിച്ച് 5 പേരെന്നാണ് പറഞ്ഞത്. 2 ബൈക്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് മറ്റും എടുക്കുന്നേ ഉള്ളൂ. ആധികാരികമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്, മരണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രതികളെ കണ്ടെത്താനുള്ള നടപടികൾ എത്രയും വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിൽ SDP ആണെന്ന് BJP ആരോപണം. പോലീസിന്റെ വീഴ്ചയാണ് കൊലപാതകത്തിന് കാരണം. ആസൂത്രിതമായി കൊല നടത്തിയിട്ടും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. പാലക്കാട് നടന്ന അതിദാരുണമായിട്ടുള്ള കൊലപാതകം പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. പോലീസിന് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. എന്തെടുക്കുകയായിരുന്നു കേരളത്തിലെ പോലീസ്, പാലക്കാട്ടെ പോലീസിന്റെ ലാപ്സ്, വീഴ്ച അതീവ ഗൗരവതരമായിട്ടുള്ളതാണ്. ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിൽ. ഭീകരവാദ സംഘടനകളുടെ ഭീഷണിക്ക് മുമ്പിൽ പോലീസ് മുട്ടുമടക്കുന്നതായിട്ടാണ് കാണുന്നത്. PFIക്കും SDPI ഗൂണ്ടകൾക്കും പോലീസിന്റെ സഹായം പല രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കേരളത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും അറിയില്ലെങ്കിൽ ഇടപെടേണ്ട പോലെ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട സാഹചര്യമാണുള്ളത്. CPM ആണ് അവരെ സഹായിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തത്? SDPIയുടെ കൊലയാളി സംഘങ്ങൾ ഇന്നലെ മുതൽ പാലക്കാട് നഗരത്തിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കൊലയാളി സംഘങ്ങൾ ഇത്തരത്തിലുള്ള ദൗത്യത്തിനായിട്ട് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള മുൻകൂട്ടി അറിയാവുന്ന പോലീസ് നിരപരാധികളായിട്ടുള്ള RSSന്റെയും BJPയുടെയും നേതാക്കളുടെ വീടുകളിൽ രാത്രി റെയ്ഡ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മറിച്ച് ഇത്തരത്തിലുള്ള കൊലയാളി സംഘങ്ങളെ കണ്ടെത്താനോ ഈ കൊലയാളി സംഘങ്ങളുടെ അക്രമം തടയാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അതേസമയം കൊല്ലപ്പെട്ട സുബേറിന്റെ ശരീരത്തിൽ 50ഓളം മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുബേറിന്റെ മൃതദേഹം വിലാപയാത്രയായി എലപ്പുള്ളിയിലേക്ക് കൊണ്ടുപോയി. സുബേറിന്റെ കൊലപാതകത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സേനയെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ADGP വിജയ് സാക്കറെ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പാലക്കാട് ക്യാമ്പ് ചെയ്യും. അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വീണ്ടും ചേരുന്നത്. പ്രസാദ്, നേരത്തെ ലഭ്യമായ വിവരങ്ങൾ പറഞ്ഞിരുന്നു, എന്താണ് കൂടുതൽ പുതിയ വിവരങ്ങൾ? കിരൺ, പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ കിട്ടി എന്നുള്ളത് തന്നെയാണ്. അത് പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 6 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ തിരിച്ചറിയാനുള്ള കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾക്കായി പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന സുബൈർ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരെയും നേതാക്കളെയും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതിലും അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തുടർ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പാലക്കാട് ജില്ലയിലുടനീളം കൂടുതൽ സേനയെ വിന്യസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ADGP വിജയ് സാക്കറയുടെ നേതൃത്വത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അദ്ദേഹം വൈകിട്ടോടുകൂടി തന്നെ പാലക്കാട് എത്തും. പിന്നീട് SP-യുമായി കൂടിയാലോചനകൾ നടത്തി ഏതെല്ലാം മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. തുടർ സംഘർഷ സാധ്യത പരമാവധി തടയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്ന നടപടി. ശരി, പ്രസാദാണ് പാലക്കാട്. എന്തായാലും കൊലപാതകങ്ങൾ, ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള മുന്നൊരുക്കങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസാദ്, എങ്ങനെയാണ് പോലീസ് ഇനി സ്വാഭാവികമായും ഇന്നലെ ഒരു കൊലപാതകമുണ്ടായി, തിരിച്ചൊരു കൊലപാതകം ഉണ്ടാകാനുള്ള സാധ്യത സാധാരണക്കാരായ ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചതാണ്. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. പോലീസിന് അത് തടയാൻ കഴിഞ്ഞില്ല. ഇത്രയേറെ പോലീസ് സംവിധാനം ഉണ്ടായിട്ടും അങ്ങനെ ഒരു കൊലപാതകം ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇനിയും അത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഇത്തരം കൊലയാളി സംഘങ്ങൾ 2 പാർട്ടിയിലും പല ഇടങ്ങളിലുമൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. ഇനിയും അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്?
കിരൺ, ഇന്നലെ സുബൈറിനെ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മറികടന്ന് പാലക്കാട് നഗരത്തിൽ തന്നെ RSSന് സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ഥലത്ത് ആളുകളെ പോലീസിനെ വിന്യസിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ടോൾ പ്ലാസകളിലും ഈ അക്രമികൾ 2 കേസിലെയും സുബൈർ കൊലപാതകത്തിലെയും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ കൊലക്കേസിലെയും 2 കേസിലെയും പ്രതികൾ അതിർത്തി കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതിനുള്ള പരിശോധനകളാണ് ശക്തമാക്കുന്നത്. എന്തായാലും ഇനിയൊരു സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് CPM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പ്രസാദ്, ഈ 2 പാർട്ടിയുടെയും നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് ഈ കൊലപാതകങ്ങളിൽ തങ്ങൾക്ക് ബന്ധമില്ല, പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളെ കൊന്നത് എതിരാളികളായ പാർട്ടിക്കാരാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് 2 കൂട്ടരും. ഇവരുടെ ഇതുവരെ ലഭിക്കുന്ന എല്ലാ പോലീസിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇവരുടെ ഈ വാദത്തെ മുഖവിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണോ സൂചനകളും തെളിവുകളും ലഭിക്കുന്നത്? കിരൺ, 2 കൂട്ടരുടെയും വാദങ്ങളെ മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം സൂചനകൾ ലഭിക്കുന്നത്. കാരണം ഇന്നലെ സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ BJPയും RSSും പറഞ്ഞിരുന്നത് അവർക്ക് പങ്കില്ല എന്നുള്ളതാണ്. പക്ഷേ അന്ന് സംഭവ സ്ഥലത്തു നിന്നും സഞ്ജിത്തിന്റെ കാറും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാർ, പ്രതികൾ രക്ഷപ്പെട്ട കാർ, കഞ്ചിക്കോട് പിന്നീട് ഉപേക്ഷിച്ച കാറിൽ അത് BJP പ്രവർത്തകനായ രമേശ് വാടകയ്ക്കെടുത്ത കാറാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്നത്. അതോടൊപ്പം ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്ത 4 പേരും അവർ 4 പേരും BJP പ്രവർത്തകരാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. തിരിച്ച് ഇന്ന് ശ്രീനിവാസൻ കൊലപാതക കേസിലും പോലീസ് പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ അത്തരം സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ പറയാനാകൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും 2 കൂട്ടരും കിരൺ സൂചിപ്പിച്ചതുപോലെ കൊലപാതകത്തെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ അന്വേഷണം നടക്കുന്നത് ഇവരുടെ എല്ലാം തന്നെ BJPയുടെയും അതോടൊപ്പം തന്നെ RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ശരി, എന്തായാലും കേരളത്തിന് നാണക്കേടാവുന്ന, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അരുംകൊലകളാണ് കേരളത്തിൽ നടക്കുന്നത്. 24 മണിക്കൂറിനിടെ 2 പാർട്ടികളുടെ നേതാക്കൾ കൊല്ലപ്പെടുന്നു. ഒരു പാർട്ടിയുടെ നേതാവ് കൊല്ലപ്പെട്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മറ്റൊരു എതിരാളികൾ ആരാണോ കൊന്നതെന്ന് ഈ പാർട്ടി ആരോപിക്കുന്നത് അവരുടെ നേതാവ് കൂടി കൊല്ലപ്പെടുന്നു. ആലപ്പുഴയിലും സമാനമായ രീതിയിലാണ് ആദ്യം ഒരു SDPയുടെ നേതാവ് കൊല്ലപ്പെടുന്നു. 24 മണിക്കൂറിനുള്ളിൽ BJPയുടെ ഒരു നേതാവ് കൊല്ലപ്പെടുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് നടന്നത്. പാലക്കാടും SDPയുടെ നേതാവ് കൊല്ലപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ BJPയുടെ മറ്റൊരു നേതാവ് കൊല്ലപ്പെടുന്ന അവസ്ഥ. അതിനു മുമ്പും പാലക്കാട് സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ എതിരായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം SDPയുടെ കൊലപാതകം നടന്നതെന്നും സൂചനകൾ വന്നിരുന്നു. ഈ പാർട്ടികളെല്ലാം തന്നെ ഇത് നിഷേധിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇതുവരെ ലഭ്യമായ തെളിവുകളടക്കം എല്ലാം നീങ്ങുന്നത് ഈ പാർട്ടികളിലേക്ക് തന്നെയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.